ഹലോ. ഇനി വായുവിലുള്ള ഊർജത്തെ നമുക്ക് സ്വീകരിച്ച് സ്വാംശീകരിച്ചെടുത്ത് നമ്മളെ ശരീരത്തെ ശക്തിപ്പെടുത്തുക, വൈറ്റാലിറ്റി കൊടുക്കുക എന്ന് പറയാം. നമുക്ക് ക്ഷീണിച്ചിരിക്കുന്ന സമയം, ഇനി ഫിസിക്കലി തളർന്നിരിക്കണ, കുറേ ജോലി ചെയ്തു, അമിതമായ ജോലി ചെയ്തു, അല്ലെങ്കിൽ ഒന്നും ഒരു ഒഴിവുണ്ടായില്ല, അത് കാരണം ഭയങ്കര ക്ഷീണം തോന്നുക. ആ സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഫിസിക്കലി നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മുടെ ലോവർ മോസ്റ്റ് ഓഫ് ദി ലെഫ്റ്റ് സൈഡ്, ഇവിടെ സ്പ്ലീൻ എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. ഈ സ്പ്ലീനിൻ്റെ അവിടെ കൈ കോർത്ത് വയ്ക്കുക. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ശ്വാസം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അബ്ഡോമിനൽ ബ്രീത്ത് എടുക്കുക. ഇൻഹെയിൽ, ശ്വാസത്തെ വയറിൽ നിറയ്ക്കുക. ഹോൾഡ്, ദെൻ എക്സ്ഹെയിൽ. ശ്വാസം കളയുന്ന സമയത്ത് വയറ് ഉള്ളിലേക്ക് പോകണം. Then inhale, hold, then exhale, hold, then inhale, hold, then exhale. അങ്ങനെ നമുക്ക് കുറച്ച് നേരം, ഞാനൊരു എണ്ണം പറയണില്ല, നിങ്ങളൊരു 21 എണ്ണമൊക്കെ അങ്ങനെ ചെയ്തോളൂ. കുറച്ച് എണ്ണം അധികം ചെയ്യുക. നിങ്ങൾക്കത് നല്ല സൗഖ്യം ലഭിക്കും. ആ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൈ പുറത്ത് വെച്ചുകൊണ്ട്, സ്പ്ലീനിൻ്റെ അവിടെ കൈ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വയറിലേക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ബോഡി ആ സന്തോഷം അനുഭവിച്ചു തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിന് ആ സൗഖ്യം നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം, അതിനൊരു കൃത്യമായ കണക്കൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇനി കുറച്ച് നേരം കൂടുതൽ ചെയ്താലോ കുറച്ച് ചെയ്താലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഊർജ്ജം കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്നത് വരെ അത് ചെയ്യാം. എന്ന് വെച്ചിങ്ങനെ 100-200 അല്ല ചെയ്യേണ്ടത്. ഒരു 25, 30, 21 എണ്ണമൊക്കെ ചെയ്താൽ മതി. സാധാരണ നോർമലി 21 കൗണ്ട്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല എനർജറ്റിക്കായിട്ട് മാറും. ഇത് എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം? ഈ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം നമ്മുടെ പ്രാണചക്രം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. യോഗിക് പാരമ്പര്യങ്ങളിൽ പ്രാണചക്രം. സ്പ്ലീനിൻ്റെ ദൗത്യം എന്താണ്? ആക്ച്വലി ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതിലുപരി ഇതിന് യോഗിക് ശാസ്ത്രങ്ങളിൽ ധാരാളം വായു ഊർജ്ജത്തെ അത് സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട്. അവിടെയുള്ള മർമ്മക്ഷേത്രം ധാരാളം വായു ഊർജ്ജത്തെ സ്വാംശീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വായു പ്രാണനെയാണ് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റാലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ കൈ അവിടെ കേൾ ചെയ്തിട്ട് സ്പ്ലീനിൻ്റെ സൈഡിൽ വയ്ക്കുക. ഇൻഹെയിൽ ചെയ്യുക. ആ നേരത്ത് സ്പ്ലീൻ കൂടുതലായിട്ട് ശക്തിയായിട്ട് ഊർജ്ജത്തെ ആവാഹനം ചെയ്യും. പ്രകൃതിയിൽ നിന്ന് വായു പ്രാണനെ ധാരാളം സ്വീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ശക്തി കൂടുതൽ, വൈറ്റാലിറ്റി കൂടുതൽ പകർന്നു നിന്നുകൊണ്ട് നാം ശക്തരാകുന്നു. നമ്മുടെ ക്ഷീണം പെട്ടെന്ന് മാറുന്നു. എല്ലാവരും ഇത് പരിശീലിച്ച് നോക്കുക. ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്കുണ്ടാകട്ടെ. സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയും. നമസ്തേ.